അപ്പൊ സിറ്റി വിട്ടൊരു വീട് നോക്കുന്നവർക്കൊക്കെ ഒരുപാട് കൺസെപ്റ്റ് കാണും. കുറച്ച് ഏരിയ വേണമെന്ന് കാണും, അല്ലെങ്കിൽ ഒരു കിഴക്ക് ദർശനമായിരിക്കണം, അല്ലെങ്കിൽ നല്ല ഹൈറ്റ് ഉള്ള പ്രദേശമായിരിക്കണം. അത്തരക്കാർക്കുള്ള വീഡിയോ ആണ് നമ്മളിന്ന് നേരത്തെ പറഞ്ഞു. പേയാട് ജംഗ്ഷനിൽ നിന്നും വെറും 800 മീറ്ററോളം കുറച്ച് അകത്തേക്ക് വരുമ്പോൾ നല്ല വൈഡ് റോഡാണ്. നമുക്ക് അകത്തേക്ക് വരുമ്പോഴത്തേക്കും 10 സെന്റിലായിട്ട് നല്ല ഹൈറ്റ് ഉള്ള ഒരു പ്രദേശത്ത് 10 സെന്റിലായിട്ട് 2400 4 ബെഡ്റൂമുള്ള ബ്രാൻഡ് ന്യൂ വീടാണ്. നമസ്കാരം, ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം പേയാട് ജംഗ്ഷൻ സമീപമാണ്. പേയാട് ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മളോട് എൻക്വയറി ആയിട്ട് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പുതിയ വീടായിരിക്കണം, അല്ലെങ്കിൽ കുറച്ച് ലാൻഡ് ഏരിയ കൂടുതലായിരിക്കണം, ഒരു കിഴക്ക് ദർശനമായിരിക്കണം, അല്ലെങ്കിൽ നല്ലൊരു ഹൈറ്റ് ഉള്ള ഒരു എയർ സർക്കുലേഷനൊക്കെ ആയിട്ടുള്ള ഒരു നല്ല ഹൈറ്റ് ഉള്ള വെള്ളം കയറാത്ത കരഭൂമിയായിരിക്കണം. അത്തരക്കാർക്കുള്ള വീഡിയോ ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ പേയാട് എന്ന ജംഗ്ഷനിൽ നിന്നും ഒരു 800 മീറ്റർ 900 മീറ്റർ മാറിയിട്ട് 10 സെന്റിലായിട്ട് 2400 സ്ക്വയർ ഫീറ്റോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് നമ്മൾ വിൽപ്പനയ്ക്കുള്ളത്. ഈ വീടിന്റെ കാര്യത്തിൽ, ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് എന്തായാലും ഒരു ഗ്യാരണ്ടി പറയാൻ കേട്ടോ. കാരണം വെച്ചാൽ ഇത് ഡയറക്റ്റ് ഓണർ തന്നെയാണ് വെച്ചത്. പക്ഷേ ഇത് വീട് പണി കഴിഞ്ഞിട്ട് 2 വർഷമായി. ഇതുവരെയ്ക്കും പാല് കാച്ചി കഴിഞ്ഞില്ല. കാരണം അവർ NRIs ആയതുകൊണ്ട് അവർ നാട്ടിലേക്ക് എത്തിയില്ല. അവർക്ക് നാട്ടിലേക്ക് എത്താനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഈ വീട് സെയിൽ ചെയ്യുന്നത്. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. നമുക്ക് ഇതിലേക്ക് കയറുമ്പോൾ തന്നെ അത്യാവശ്യമായ ഒരു കാർ പാർക്കിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സൈഡിലായിട്ട് നമുക്കൊരു കുറച്ച് ഗാർഡനിങ് ചെയ്യാനോ ഒക്കെയുള്ള ഒരു ചെറിയൊരു മുറ്റവും കൊടുത്തിട്ടുണ്ട്. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ സിറ്റ് ഔട്ട് ഏരിയ കണ്ടില്ലേ, ഒരു ചെറിയൊരു സിറ്റ് ഔട്ട് ഏരിയ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കയറുമ്പോൾ തന്നെ ഒരു ബ്രാൻഡ് ക്വാളിറ്റി, ഇപ്പൊ കുറച്ച് നാളായി 2 വർഷമായി പണി കഴിഞ്ഞിട്ട് അടച്ചിട്ടേക്കാണ്. കണ്ടില്ലേ, കയറുമ്പോൾ തന്നെ നമുക്ക് നല്ലത്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന തടികളെല്ലാം തന്നെ തേക്കും തടിയിലായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കത് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ടുള്ള 2 സൈഡിലായിട്ടുള്ള നല്ലൊരു ഹാളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം എല്ലാ രീതിയിലുള്ള ഇന്റീരിയർ വർക്കുകളും ചെയ്തിട്ടുണ്ട്. TV യൂണിറ്റിന്റെ ഏരിയ കൊടുത്തിട്ടുണ്ട്, CCTVയുടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു ബോർഡിൽ തന്നെ നല്ലൊരു പാനൽ വർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിലേക്ക് പോകുമ്പോൾ ഒരു ബ്രാൻഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് തന്നെ ഒരു ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഫിറ്റിംഗ്സുകളെല്ലാം ജാഗോറിന്റെയാണ്. യൂസ് ചെയ്യുന്ന തടി എല്ലാം തന്നെയാണ് തേക്കും തടിയിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ സൈഡിലൊക്കെ കൊണ്ടിട്ടുള്ള ഒരു ഇന്റീരിയർ ഡിസൈൻ ഒക്കെ തന്നെ അതിമനോഹരമായ രീതിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ വിൻഡോസിലൊക്കെ നല്ല അത്യാവശ്യം വലിപ്പമുണ്ട്. നമ്മളെ സ്റ്റോറേജ് സ്പേസുകളായാലും തന്നെ ഇതിന്റെ മാക്സിമം ഏരിയ എല്ലാം അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ വീട്ടിലേക്ക് 3 ബെഡ്റൂമുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. താഴത്തെ ഫ്ലോറിലേക്ക് 1 ബെഡ്റൂമും, താഴത്തെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമാണ്. അതും നല്ല രീതിയിലുള്ള ഇന്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസിന്റെ കാര്യത്തിലൊന്നും യാതൊരുവിധ കോംപ്രമൈസും ഇല്ലാത്ത രീതിയിലേക്കാണ് അവർ ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് ബോർഡാണ് ചെയ്തിട്ടുള്ളത്. അതെല്ലാം തന്നെ നല്ല രീതിയിൽ അതിമനോഹരമായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. സൈഡിലൊക്കെ നമ്മുടെ ഇതെല്ലാം നല്ല രീതിയിലുള്ള വുഡൻ പാനലാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഹാളിൽ നിന്ന് നമ്മൾ വരുമ്പോൾ തന്നെ ഇവിടെ നല്ല രീതിയിലുള്ള ഒരു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ സൈഡിലേക്ക് വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിലെല്ലാം തന്നെ ധാരാളമായ സ്റ്റോറേജ് സ്പേസുകൾ ധാരാളം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ കിച്ചണിലേക്ക് പോകുമ്പോഴത്തേക്ക് കിച്ചന്റെ ഡോറൊക്കെ ഉണ്ട്. നല്ലൊരു കൊത്തുപണിയോട് കൂടിയിട്ടുള്ള നല്ലൊരു രീതിയിലാണ് കിച്ചന്റെ ഡോറൊക്കെ കൊടുത്തിട്ടുള്ളത്. അവിടെ ഗ്ലാസ് പാറ്റേൺ കൊടുത്ത് എന്തുകൊണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ. അതൊരു പുതിയൊരു ഇതാണ്, നല്ലത് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെയും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചനാണ്. എല്ലാ സൈഡിലേക്കും സ്റ്റോറേജ് സ്പേസുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ബോർഡിലാണ് ഈ വർക്കെല്ലാം ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഒരു വർക്ക് ഏരിയയും ചെയ്യുന്നുണ്ട്. ഈ വർക്ക് ഏരിയ ഇതുവഴി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. ഈ വീട്ടിലേക്ക് കിണർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടെ നിന്നുള്ള നല്ലൊരു എയർ സർക്കുലേഷൻ, വിൻഡോ എന്തായാലും ഇവിടെ കൊടുത്തിരിക്കുന്ന നന്നായിട്ടുണ്ട്. അതായത് അവിടെ നിന്നുള്ള എല്ലാ എയർ സർക്കുലേഷനും കിട്ടും. നമുക്ക് ഇതിലേക്ക് സൈഡിലേക്ക് പോകാനുള്ള ഒരു വഴിയും കൊണ്ടുണ്ട്. ഈ വർക്ക് ഏരിയ നമുക്ക് 2 സൈഡിലേക്കും പോകാനുള്ളൊരു ഡോറും കൊടുത്തിട്ടുണ്ട്. അപ്പം മുകളിലത്തെ ഫ്ലോറിലേക്ക് പോകുമ്പോഴത്തേക്കും ഇതിന്റെ ടൈലുകളെല്ലാം ബ്ലാക്ക് പാറ്റേൺ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹാൻഡിലുള്ള സ്റ്റീലും വുഡും മിക്സ്ഡ് ആണ്. അതും നല്ല രീതിയിൽ ഒരു ബ്രാൻഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ നല്ലൊരു കൺസ്ട്രക്ഷൻ ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. മുകളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നല്ല വിശാലമായ നല്ലൊരു ഹോളാണ്. മുകളിലേക്ക് നോക്കിയാൽ ഇന്റീരിയർ ഡിസൈനിങ് എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല ലൈറ്റ്സുകളൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ വരുമ്പോൾ മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് വരുന്നത്. ബെഡ്റൂം സൈസുകളൊക്കെ നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസുകളുണ്ട്. നല്ല റൂംസുകൾ, സൈഡിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു പെയിന്റിങ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റോറേജ് സ്പേസുകളുടെ കാര്യത്തിലും ഒരു കോംപ്രമൈസ് ഇല്ല. നമുക്ക് നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് അല്ല. ഇതൊക്കെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇത് ബ്രാൻഡ് ന്യൂ ആണ് സാധനം. അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടുള്ള ബെഡ്റൂംസ് ആണ്. ഫസ്റ്റ് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം അവിടെ കയറുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള കളർ പാറ്റേൺ എല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന് തന്നെ ഇതിനെ നമുക്ക് പറയാം. അവിടെയും നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കട്ടിലിന്റെ പോർഷനാണ് അവർ കൊടുത്തിട്ടുള്ളത്.
ഒരു മിറർ വ്യൂ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂം സൈസാണ്. അപ്പൊ ഫസ്റ്റ് ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂം, ടോട്ടൽ 4 ബെഡ്റൂമുകളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന് തന്നെ ഇതിനെയും വിശേഷിപ്പിക്കാം. കാരണം അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ബെഡ്റൂം സൈസ്, നല്ല മനോഹരമായ രീതിയിൽ ബോർഡ് വർക്കുകളെല്ലാം തന്നെ ഫിനിഷിംഗ് ആയി ചെയ്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. 2 സൈഡിൽ ഇവിടെ അലമാരയായിട്ട് യൂസ് ചെയ്യാം. അവിടെയും നല്ല രീതിയിലോട്ടുള്ള ഒരു ബ്രാൻഡ് ന്യൂ അല്ലെങ്കിൽ നമുക്കൊരു ബ്രാൻഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന തരത്തിലേക്ക് തന്നെയാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ പോയിട്ടുള്ളത്. ഈ സൈഡ് ബാത്റൂംസുകളൊക്കെ ആയാലും തന്നെയാണ് നല്ലൊരു അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂംസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ബാൽക്കണി ഏരിയ കേട്ടോ. നല്ല ഒരു വ്യൂ പോയിന്റ് ആയിട്ടുള്ള സ്ഥലം. ഇതാ നോക്കി, ഇവിടെ നിന്നിട്ട് ഇവിടെ നോക്കി, ഇതാ കണ്ടോ, നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. നമ്മൾ നല്ലൊരു ഹൈറ്റ് ഉള്ള പ്രദേശമാണ്. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞ 10 സെന്റ് സ്ഥലമാണ് നമ്മുടെ ദേ ആ ഓപ്പോസിറ്റ് കിടക്കുന്ന സ്ഥലം കണ്ടോ. ഇതും ഈ വീട്ടിലേക്കുള്ള അങ്ങനെയാണ്. ഇതൊരു 4,650 അത് 5.25 സെന്റ്, അങ്ങനെയാണ് 10 സെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇതാ കണ്ടോ, ആ കാണുന്ന പ്ലോട്ടും ഇതിന്റെ കൂടെയാണ്. നമുക്ക് ഇവിടെ ഗേറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇത്രയും ഭാഗം നമുക്കൊരു 7, 8, 9 കാർ വേണമെങ്കിലും പാർക്ക് ചെയ്യാം. ഈ വീട്ടിനകത്തേക്ക് നമുക്ക് കാർ പാർക്കിലേക്ക് ഒരു പാർക്കിംഗ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കണ്ടോ, നല്ലൊരു ആംബിയൻസ് ആണ്, നല്ലൊരു എയർ സർക്കുലേഷൻ കിട്ടുന്ന നല്ലൊരു ഏരിയ ആണ് കേട്ടോ. അപ്പൊ സിറ്റി വിട്ടൊരു വീട് നോക്കുന്നവർക്കൊക്കെ ഒരുപാട് കൺസെപ്റ്റ് കാണും. കുറച്ച് ഏരിയ വേണമെന്ന് കാണും, അല്ലെങ്കിൽ ഒരു കിഴക്ക് ദർശനമായിരിക്കണം, അല്ലെങ്കിൽ നല്ല ഹൈറ്റ് ഉള്ള പ്രദേശമായിരിക്കണം. അത്തരക്കാർക്കുള്ള വീഡിയോ ആണ് നമ്മളിന്ന് നേരത്തെ പറഞ്ഞു. പേയാട് ജംഗ്ഷനിൽ നിന്നും വെറും 800 മീറ്ററോളം കുറച്ച് അകത്തേക്ക് വരുമ്പോൾ നല്ല വൈഡ് റോഡാണ്. നമുക്ക് അകത്തേക്ക് വരുമ്പോഴത്തേക്കും 10 സെന്റിലായിട്ട് നല്ല ഹൈറ്റ് ഉള്ള ഒരു പ്രദേശത്ത് 10 സെന്റിലായിട്ട് 2400 4 ബെഡ്റൂമുള്ള ബ്രാൻഡ് ന്യൂ വീടാണ്. വീട് പണി കഴിഞ്ഞിട്ട് ഏകദേശം 1.5 വർഷത്തോളമായി. അതിന്റെ ഓണേഴ്സ് NRI ആയതുകൊണ്ട് അവർക്ക് ഇപ്പം ഇങ്ങോട്ട് വന്ന് പാല് കാച്ചാനുള്ള സിറ്റുവേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് കൊടുക്കുന്നത്. എന്തെന്ന് ഇതെടുത്ത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ബിൽഡ് ക്വാളിറ്റി കാര്യത്തിലാണ്. കോൺട്രാക്ട് കൊടുത്തുപോലെ വെച്ചിട്ടുള്ള അവർ ഡയറക്റ്റ് നിന്ന് പണി കഴിപ്പിച്ച വീടായതുകൊണ്ട് ഇതിന്റെ ഓരോ മെറ്റീരിയൽസ് ആയാലും കൺസ്ട്രക്ഷൻ ആയാലും നല്ല ബ്രാൻഡ് ക്വാളിറ്റി അല്ലെങ്കിൽ നല്ലൊരു കൺസ്ട്രക്ഷൻ ആയിട്ട് നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന തരത്തിലേക്കാണ് എനിക്ക് ഇതിൽ കയറിയപ്പോൾ നമുക്ക് തോന്നിയത്. അപ്പൊ ഇത് 10 സെന്റിലായിട്ട് 2400 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമുള്ള ഈ വീടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 1,50,00,000 രൂപയാണ്. നമുക്കൊരു 4 or 5 കാർ പാർക്ക് ചെയ്യാൻ രീതിയിലോ അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഒരു വീടും കൂടെ വെക്കുന്നവർക്കൊക്കെ എന്തുകൊണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതും നല്ലൊരു ഈ ഏരിയയുടെ പ്രശ്നം എന്ന് പറയുന്നത് നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇതിൽ കിണർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വാട്ടർ കണക്ഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. വീണ്ടും റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നതിനായി കൊച്ചുവിൽ പ്രോപ്പർട്ടീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.